കോട്ടയം നഗരം വിറങ്ങലിച്ചു പോയ ഒരു ചൊവ്വാഴ്ച രാവിലെ 8:30-ഓടെ പതിവ് പോലെ ജോലിക്കാരി രേവമ്മ ശ്രീവത്സം വീട്ടിലേക്കെത്തി. ഏറെ നേരം കഴിഞ്ഞപ്പോഴാണ് കാവൽക്കാരൻ ബോണ്ടുരാജ് ഗേറ്റ് തുറന്നത്. അതും ഫോൺ വിളിച്ചതിന് ശേഷം. രേവമ്മ നേരെ പോയത് അടുക്കളയിലേക്ക്. അടുക്കളയിലെ വാതിലും ജനലും ഒരുപോലെ അടഞ്ഞു കിടന്നിരുന്നു. ഏറെ മുട്ടി വിളിച്ചിട്ടും ആരും തുറന്നില്ല. മുൻവശത്തെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. വീട്ടമ്മ ഡോക്ടർ മീരയെ വിളിച്ചുകൊണ്ട് അകത്ത് കയറി. കിടപ്പുമുറിയിൽ കണ്ടത് വീട്ടുടമ വിജയകുമാർ തലയിലും മുഖത്തും രക്തം വാർന്ന് കട്ടിലിൽ കിടക്കുന്നു. അടുക്കളയോട് ചേർന്നുള്ള കിടപ്പുമുറിയിൽ ഭാര്യ മീരയും തലയിലും മുഖത്തും രക്തം വാർന്ന് കട്ടിലിൽ കിടക്കുന്നു. രക്തത്തിൽ കുതിർന്ന കിടക്കവിരി, അടുത്ത് രക്തം പുരണ്ട മഴവും. ഭയന്ന് വിറച്ച് വീടിന് പുറത്തേക്കൂടി അടുത്തുള്ള കടയിൽ വിവരം പറഞ്ഞു. ഒപ്പം അയൽവക്കത്തെ 2 വീട്ടുകാരോടും കാര്യം പറഞ്ഞു. ശേഷം വാർഡ് കൗൺസിലറെയും പോലീസിനെയും വിളിച്ചു. പിന്നീട് നാട് മുഴുവൻ ചർച്ചയായി. ഇന്ദ്രപ്രസ്ഥം ഉടമയും ഭാര്യയും വീട്ടിൽ കൊല്ലപ്പെട്ടതെങ്ങനെ? ഉടൻ കോട്ടയം വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ KR പ്രശാന്ത് കുമാറും മറ്റു സ്റ്റേഷനുകളിൽ നിന്ന് ഇൻസ്പെക്ടർമാരും വീട്ടിലേക്കെത്തി. ജോലിക്കാരി രേവമ്മയിൽ നിന്നും കാവൽക്കാരൻ ബോണ്ടുരാജിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ പോയെങ്കിലും 2 ക്രൂര കൊലപാതകം നടത്തിയ പ്രതി ആരായിരിക്കുമെന്ന ചർച്ചയിലായി നാട്ടുകാർ. പ്രതി എങ്ങനെ ഉള്ളിൽ കയറി, എന്തിന് കൊലപ്പെടുത്തി തുടങ്ങി സംശയങ്ങൾ ഓരോന്നായി ഉടലെടുത്തു തുടങ്ങി. പോലീസ് അന്വേഷണത്തിൽ മതിൽ ചാടിക്കടന്നാകാം കൊലപാതകി വീട്ടുവളപ്പിൽ പ്രവേശിച്ചതെന്ന നിഗമനത്തിലെത്തി. മതിലിനുള്ളിൽ കടന്ന പ്രതി നേരെ പോയത് വീടിന്റെ പിന്നിൽ പണിയായുധങ്ങളും മറ്റും സൂക്ഷിക്കുന്ന വേറിട്ട മുറിയിലേക്ക്. അവിടെ സൂക്ഷിച്ചിരുന്ന മഴുവും അമ്മിക്കല്ലുമായി പ്രധാന വാതിലിന് മുന്നിലെത്തി. അമ്മിക്കല്ല് വാതിലിന്റെ വലതുവശത്ത് വെച്ചു. തുടർന്ന് വാതിലിനോട് ചേർന്ന ജനാലയുടെ കുറ്റിയുടെ ഭാഗത്ത് താഴെയായി ഡ്രില്ലർ ഉപയോഗിച്ച് തുറന്നു. സ്ക്രൂ ഡ്രൈവർ കടക്കുന്ന തരത്തിലുള്ള ദ്വാരത്തിലൂടെ കുറ്റി തട്ടിക്കളഞ്ഞ് ജനാല തുറന്നു. ജനാലയിലൂടെ പ്രധാന വാതിലിന്റെ മുകളിലെ കുറ്റി നീക്കി വാതിലും തുറന്നു. ഇതിലൂടെയാണ് പ്രതി വീടിനുള്ളിലേക്ക് കടന്നത്. മഴുവുമായി അകത്തു കടന്ന പ്രതി ആദ്യം കൊലപ്പെടുത്തിയത് വിജയകുമാരനെയാണെന്നാണ് സൂചന. മഴുവിന്റെ പിൻഭാഗം കൊണ്ട് തലയ്ക്കടിച്ച് തകർക്കുകയായിരുന്നു. അടിയേറ്റപ്പോൾ രക്തം ഭിത്തിയിൽ ചീറ്റിത്തെറിച്ചതും കാണാനുണ്ട്. രണ്ടാമതാണ് മീരയെ സമാന രീതിയിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. മീര കിടന്ന കട്ടിലാണ് കൊലയ്ക്കുപയോഗിച്ച മഴു കിടന്നിരുന്നതും. ഇതാണ് മീരയെ രണ്ടാമത് കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിലെത്താൻ കാരണം. പ്രതി കൊണ്ടുവന്ന അമ്മിക്കല്ല് വാതിലിന് സമീപം തന്നെ കിടപ്പുണ്ടായിരുന്നു. കതക് തുറക്കാനായില്ലെങ്കിൽ കല്ലിനടിച്ച് തുറക്കാനോ ശബ്ദം കേട്ട് കതക് തുറന്ന് വിജയകുമാർ എത്തിയാൽ ആക്രമിക്കാനോ ആകാം കല്ലും കരുതിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മണിക്കൂറുകൾക്ക് ശേഷം പ്രതി പിടിയിലുമായി. പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്. ബുധനാഴ്ച പുലർച്ചെയാണ് തൃശൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. അമിത് ഒറാങ് മുൻപ് വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. ഈ സമയത്ത് അമിത്തിനൊപ്പമുണ്ടായിരുന്ന യുവതി ഉപേക്ഷിച്ചു പോയി. ഇതുമായി ബന്ധപ്പെട്ട് വിജയകുമാറിനോട് പ്രതിക്കുണ്ടായിരുന്ന പക കൊലയ്ക്ക് കാരണമായിരിക്കാമെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. പ്രതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: വളരെ സൂത്രശാലിയാണ്. 10-ലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു. പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൃത്യത്തിനു ശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തിരുന്നു. ഇതിലൊരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫോൺ ഓൺ ചെയ്തത്. ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരിക്കുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇത് പോലീസിന് പിടിവള്ളിയായി. ഉടൻ പ്രതി പിടിയിലുമായി. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റവും സമ്മതിച്ചു. എന്തിനായിരുന്നു ക്രൂര കൊലപാതകം നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അമിത്തിനൊപ്പം ഉണ്ടായിരുന്ന യുവതി വിജയകുമാറിന്റെ വീട്ടിൽ അടുക്കളപ്പണിയായിരുന്നു ചെയ്തിരുന്നത്. അമിത്തും യുവതിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നതും. നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും യുവതി തന്റെ ഭാര്യ ആയിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് വിജയകുമാറിന്റെ പരാതിയെ തുടർന്ന് മോഷണക്കേസിൽ അമിത് അറസ്റ്റിലാകുന്നത്. 5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. ഈ സമയത്ത് അമിത്തിനെ ഉപേക്ഷിച്ച് യുവതി തിരികെ പോയതായാണ് വിവരം. തന്റെ കുടുംബം നശിപ്പിച്ചതിന് പിന്നിൽ വിജയകുമാറും ഭാര്യയുമാണെന്ന് കരുതിയായിരിക്കാം ക്രൂരക്കൊലയെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ കൊലപാതകം നടത്തി 24 മണിക്കൂർ തികയുന്നതിന് മുൻപാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത്.
തൃശൂരിലെ മാളയ്ക്കടുത്തുള്ള കോഴി ഫാമിൽ ഒളിവിലായിരുന്നു ഇയാൾ. ബസ്സിലായിരുന്നു കോട്ടയത്ത് നിന്ന് ഇയാൾ തൃശൂരിലേക്ക് എത്തിയതെന്നാണ് വിവരം. കോഴി ഫാമിലുള്ള മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും മറ്റാരെങ്കിലും പങ്കാളികൾ ആണോ എന്നുമുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ.